ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനി സൂര്യക്ക് എല്ലാവർക്കും മുന്നിൽ വെച്ച് ഭക്ഷണം വാരി കൊടുക്കണം കേട്ടോ. അത് കണ്ടു നിൽക്കാൻ പത്മക്ക് കഴിയില്ല. പത്മ തൻ്റെ മക്കളോട് പറയണേ, എന്ത് കാണാനടി ഈ ഇരിക്കുന്നത്? ഇവൻ്റെ ആഭാസം കാണാനാണോ? ഇവൻ കാട്ടിക്കൂട്ടുന്ന ഓരോ കോമാളിത്തരം കാണേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ തോന്നിയതൊക്കെ കാട്ടുന്ന ഇവൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ഈ സമയം യതീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നന്ദിനിയോടാണെങ്കിലോ സൂര്യ പറയണേ, എന്താ നന്ദിനി നീ നോക്കിയിരിക്കുന്നത്? എൻ്റെ വായിലോട്ട് വെച്ചുകൊണ്ടാ. അപ്പം നന്ദിനി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം എന്തൊരു ടേസ്റ്റാല്ലേ, എന്തൊരു രുചിയാണ് ഈ ഭക്ഷണത്തിന്, എന്തൊരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് ഈ പറയുന്ന പത്മക്ക്. അങ്ങനെ പത്മ അവിടെ നിന്ന് കയറിപ്പോകുന്നുണ്ട്. നന്ദിനി, എൻ്റെ ചെല്ലക്കുട്ടി, എനിക്ക് വാരിക്കൊണ്ടാ. എന്താ നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നീ അങ്ങോട്ട് നോക്കണ്ട നന്ദിനി, എന്നെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും സൂര്യ ഇങ്ങനെ നന്ദിനിയെ കൊണ്ട് വാരി കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ യതീന്ദ്രൻ പത്മയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പത്മ പറയാണ്, നിങ്ങളുടെ മകനൊപ്പം നിന്നിട്ട് എന്നെ ഓരോന്ന് കാട്ടുമ്പോഴും എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളൊരു അക്ഷരം മിണ്ടുന്നില്ല. നിങ്ങൾ എല്ലാ തോന്നിവാസത്തിനും അവനൊപ്പം നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അതിനെങ്ങനെ അവളെന്ന മാരണത്തെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലല്ലോ. നിങ്ങളും അവളെ ഇവിടെ പിടിച്ചു നിർത്താനല്ലേ നോക്കുന്നത്. അത് കേൾക്കുന്നതിനോട് കൂടി പറയാണ് ഈ പറയുന്ന യതീന്ദ്രൻ കേട്ടോ. എന്തിനാ പത്മേ നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഞാനും എൻ്റെ മക്കളും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ വന്നു. പിന്നീട് ആ വേലക്കാരത്തി എൻ്റെ മുന്നിൽ ഇരുത്തിയത് എന്തിനാ? എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായത് കൊണ്ടല്ലേ അവൻ ആ പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങൾ അവനെ വഴക്ക് പറയേണ്ട പകരം എന്നെയല്ലേ നിങ്ങൾ ചീത്ത പറയുന്നത്? അപ്പോൾ അത് കേൾക്കുന്ന യതീന്ദ്രൻ പറയാണ്, അവൻ്റെ ഭാര്യയല്ലേ ദേ വായി തോന്നിയത് നിങ്ങൾ എന്നെ വിളിച്ച് പറയണ്ട കേട്ടോ. അവൻ്റെ ഭാര്യ, ആർക്ക് ഭാര്യ, എപ്പോൾ ഭാര്യ, എവിടെ ഭാര്യ? അങ്ങനെ ഒരു ഭാര്യയില്ല. അത് ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അവൻ ചെയ്യുന്നത് മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാനാണ്. എന്നാൽ നിങ്ങളാണോ അതിനെ കൂട്ടു നിൽക്കുന്നത്, അതിനെ കുട പിടിച്ച് കൊടുക്കുന്നത്? എങ്ങനെയാണോ ഒരു അച്ഛൻ ചെയ്യേണ്ടത്? അത് കേൾക്കുന്ന യതീന്ദ്രൻ പറയണേ, എൻ്റെ പത്മേ, അവൻ നിന്നെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു മാർഗവും അവൻ വെറുതെ കളയില്ല എന്ന് നിനക്കറിയില്ലേ? അപ്പം നീ എന്താ ചെയ്യേണ്ടത്? അവൻ നന്ദിനിയെ അവിടെ ഇരുത്ത്, ഭക്ഷണം കഴിക്കുക, എന്തോ ഒന്ന് ചെയ്തോട്ടെ. അവന് മുന്നിൽ നീ മിണ്ടാതെ വായടച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു മറുപടിയല്ലേ ഇതിപ്പോൾ. അവൻ ചെയ്യുമ്പോഴേക്കും നിനക്ക് പ്രഷർ വരുന്നു, നീ കലിത്തുള്ളുന്നു. അപ്പോൾ അവൻ കൂടുതൽ ചെയ്യുന്നു. എന്താ പത്മ നീ ഇത്രയും ബുദ്ധിയില്ലാതായത്? അത് കേൾക്കുന്നതിനോടുകൂടി യതീന്ദ്രനോട് പത്മ പറയണേ, നിങ്ങളല്ലെങ്കിലും അവൾക്ക് കൂട്ടാണല്ലോ, അവളെ ഇവിടെ പിടിച്ചു നിർത്താനല്ലേ നിങ്ങൾ നോക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പറയുന്ന ഈ നന്ദിനിയെ ഇവിടെ നിർത്തില്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ യതീന്ദ്രൻ, എന്നോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാട്ടിക്കൂട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് യതീന്ദ്രൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് നന്ദിനിയെയാണ് കാണിക്കുന്നത്. നന്ദിനി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതായത് ഒരു അർദ്ധരാത്രിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ താഴോട്ട് സൂര്യക്ക് പെട്ടെന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദിനി ഇറങ്ങി വരിക. ആ സമയമാണ് പത്മ താഴെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പത്മയെ കാണുന്ന നന്ദിനി മുകളിൽ നിന്ന് ഇറങ്ങണോ വേണ്ടേ എന്നുള്ള ലെവലിൽ ഇരിക്കുകയാണ്. അങ്ങനെ പത്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് നന്ദിനി കാണുന്നുണ്ട്, പക്ഷെ നന്ദിനി മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. അങ്ങനെ നന്ദിനി അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ, നീ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് നീ പെട്ടിയും ബാഗും എടുത്ത് ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് പിന്നെ എന്തിനാടി നീ വീട്ടിലോട്ട് കയറി വന്നത്? അപ്പോഴും നന്ദിനി മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, എടി ഓരോരോ പ്രശ്നങ്ങൾ നീ മനഃപൂർവ്വം ഉണ്ടാക്കി ഇവിടെ പിടിച്ചു നിൽക്കാനല്ലേ നോക്കുന്നത്. നീ ഒരു കാര്യം ചിന്തിച്ചോ? നീ ഈ വീട്ടിലെ വേലയ്ക്ക് വന്നവളെ ഞാൻ ഒരിക്കലും മരുമകളാക്കില്ല. അത് നീ ചിന്തിച്ചോ? എൻ്റെ മകൻ്റെ മനസ്സിൽ ഒരു ഇടം പിടിക്കാതെ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോണം. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 3 മാസം അവന് സഹായത്തിന് ആൾ വേണം. അപ്പോൾ അതിലൊരു ഹോം നേഴ്സായി നിന്നെ നിർത്തിയിരിക്കുന്നു ഞാൻ. ഈ 3 മാസം സഹായിക്കൽ കഴിഞ്ഞാൽ ഇവിടെ ചെവി അറിയാൻ പാടില്ല നീ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ നിന്ന് മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോകണം. ഇത് എൻ്റെ വാണിംഗാണ് എന്നങ്ങ് പറയുമ്പോൾ അപ്പോഴും നന്ദിനി
ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ കാണാം വിജയ് ഒരു ചെക്ക് എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വിജയ് ആണെങ്കിലോ ഈ സമയം തന്നെയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങാൻ പറ്റുള്ളൂ, തക്ക സമയം. അപ്പോൾ അത് ഒപ്പിട്ട് വാങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ നിനക്ക് ഉറക്കൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി നാളെ കമ്പനിയിൽ ഒരു അർജൻറ്റ് പ്രശ്നമുണ്ട്, അതിനോട്ട് ചെക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, ആ ലോഡ് ഇറങ്ങുമ്പോൾ ഈ ചെക്ക് കൊടുക്കാം. അത് ഈ നേരത്താണോ താൻ വരുന്നത്? പകൽ മുഴുവൻ ഇവിടെ പ്രശ്നങ്ങളായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ നാളെ അതിരാവിലെ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഈ ചെക്ക് ബുക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം പിടിച്ച് പത്മ അതിൽ ഒപ്പിടുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ കണ്ണിൽ യാദൃശികമായി ഒരു കാര്യം എഴുതിയിരിക്കുന്നത് കാണുന്നത്. അതിൽ എമൗണ്ട് എഴുതിയിരിക്കുന്നു കേട്ടോ. അതും നമ്പറിൽ മാത്രമല്ല എമൗണ്ട് എഴുതിയിട്ടുള്ളൂ, 15,000 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്ന പത്മ ചോദിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഈ 15,000 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, എന്താ 15,000ത്തിൻ്റെ കണക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അത് പിന്നെ ഞാനങ്ങ് എഴുതുമ്പോൾ പെട്ടെന്ന് എഴുതിപ്പോയി, കുറച്ച് പൈസ ഇപ്പോൾ കൊടുക്കുക, അത്രയും പൈസ ഇല്ലെങ്കിൽ പിന്നീട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് തട്ടുകൂട്ട് വാക്കുകൾ പറയാൻ കേട്ടോ. എന്നിട്ട് ആ ഒപ്പ് വാങ്ങിയതിന് ശേഷം ശരി ഇതിനിപ്പുറത്തൊരു പൂജ്യം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ടായി, 15 ലക്ഷം അങ്ങ് വരുമല്ലോ. എന്നാൽ ഇത് സമാധാനത്തോടു കൂടി ഇരിക്കുക, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവർ ഈ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ എമൗണ്ട് ഒന്നും നോക്കാതെ എനിക്ക് ഒപ്പിട്ട് തരികയാണെങ്കിൽ തീർച്ചയായും ഞാനൊരു കോടീശ്വരനായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിജയ് പോകുന്ന കേട്ടോ. പിന്നീട് പത്മ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദിനിയോട്, നീ ഒറ്റൊരുത്തി കാരണമാണ് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായത്, ഇപ്പോൾ ഇതാ എൻ്റെ ഉറക്കമില്ലാത്ത രാത്രിയായി. എന്നാൽ ഇന്നലെ രാത്രി ഞാനൊന്ന് കിടന്നുറങ്ങി, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നീ ആരുമല്ലെന്നോ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് എൻ്റെ മകൻ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ എൻ്റെ ഉറക്കം സുഖകരമായ ഉറക്കമായിരുന്നു. പക്ഷേ ഇനി മുതൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. നീ പറയുന്ന ഈ 3 മാസം കഴിഞ്ഞാലാണ് ഇനി ഉറക്കം എനിക്ക് തിരികെ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം കാണാൻ ഇപ്പുറത്ത് അങ്ങനെ അതങ്ങ് പറഞ്ഞു പോവാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലത്തെ ഒരു രംഗമാണ്, അതായത് അവരുടെ വീട്ടിലോട്ട് വക്കീൽ അങ്ങനെയുള്ള ആളുകളൊക്കെ വരികയാണ് കേട്ടോ. കമ്പനിയിലെ സംബന്ധമായ വക്കീലൊക്കെയാണ്. അപ്പോൾ ഈ സമയം പത്മ പറയാണ്, നിങ്ങളെ ഒരു കാര്യത്തിന് വിളിച്ചാൽ പോലും കിട്ടില്ലല്ലോ, ഇതെന്തപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് യതീന്ദ്രനും വന്നിരിക്കുക. അപ്പോൾ യതീന്ദ്രനോട് പറയാണ്, ഞങ്ങളൊരു കാര്യത്തിന് വന്നതാണ്, സൂര്യ വിളിച്ചിട്ട് ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നതാണ്, പിന്നെ ഞങ്ങൾ വേറൊരു പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്, ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത്, അവർക്കൊരു സംരംഭം തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അത് കൊള്ളാലോ എന്നൊക്കെ പത്മ പറയാണ്. അപ്പോൾ സൂര്യയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സൂര്യയെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ വേദ നീ പോയിട്ട് സൂര്യയെ വിളിച്ചേ എന്ന് പറയാം കേട്ടോ. അപ്പോഴാണെങ്കിലോ സൂര്യയെ നന്ദിനി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ സൂര്യ താൻ അവർ വരുന്നത് സൂര്യക്കറിയാം. അപ്പോൾ സൂര്യ ഷർട്ട് ഇട്ടിട്ടുണ്ട്, പാൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, രണ്ടിൻ്റെയും ഹുക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ ആ ബട്ടൺസ് ഷർട്ടിൻ്റെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പാൻസിൻ്റെ ഹുക്ക് ഇടാനും ഷിബ് വലിക്കാനും അങ്ങ് വരുന്ന സമയത്ത് നന്ദിനി സൂര്യയുടെ അരികെ ചെന്ന് അത് ചെയ്ത് കൊടുക്കാനും ഒരുക്കുക. അപ്പോൾ സൂര്യ അവിടെ തൊടില്ലേ. അപ്പോൾ ഉടനെ നന്ദിനി പറയാം, സാറിൻ്റെ കൈയോട് വയ്യാത്തതല്ല, അതൊന്നും കുഴപ്പമാക്കണ്ട, ഞാൻ ഇട്ട് തരാം. ശരിയാവില്ല ഞാൻ എങ്ങനെയെങ്കിലും ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നിന്ന് തൻ്റെ പാൻസിൻ്റെ ഷിപ്പൊക്കെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഈ സമയം സാർ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഷോക്സും ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വേദ ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുമ്പോൾ ഈ കാണുന്ന കാഴ്ചയായിരിക്കും കാണുന്നത്, നന്ദിനി സൂര്യയെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സൂര്യയെ ഓവറായി കയറിയെന്ന് കാണുമ്പോൾ വേദക്ക് നാണം വന്ന് വേദ തിരിഞ്ഞു നിൽക്കുകയാണ്. ഏട്ടാ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ സൂര്യ പറയാൻ, നീ തിരിഞ്ഞു നിൽക്കണം, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഞങ്ങോട്ട് നോക്കിക്കോ, എന്തിനാ നീ വന്നത്? അത് താഴെ വക്കീൽ വന്നിട്ടുണ്ട്, കമ്പനി വക്കീൽ വന്നിട്ടുണ്ട്, അപ്പോൾ അവർ സൂര്യേട്ടൻ വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് വന്നത്, എന്നാൽ താഴെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ ചോദിക്കുകയാണ്, അവിടെ ആരൊക്കെയാണ് ഉള്ളത്? അത് പിന്നെ അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, അതുപോലെ ബാക്കിയുള്ളവരുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നവരുണ്ട് അവിടെ, അമ്മ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, നീ അവിടെ ചെന്ന് പറയേ, എൻ്റെ ഭാര്യ എനിക്ക് സ്കൂൾ പിള്ളേരെ പോലെ എല്ലാം മാറ്റി തന്ന് താഴോട്ട് വരാൻ വേണ്ടി ഒരുക്കും കൊണ്ട് ഇരിക്കുക എന്നൊന്നും നീ പറയണം കേട്ടോ വേദ. ഞാൻ പറഞ്ഞോളാം ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ.
അപ്പോൾ ഈ സമയം നന്ദിനിയാണെങ്കിലോ സൂര്യയുടെ കാലിൽ ഷോക്സൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൂര്യ ഇങ്ങനെ നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദ പത്മയുടെ അരികിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പത്മയോട് സ്വകാര്യം പറയണേ, അമ്മ ഇവർ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ് നല്ലത്, ഏട്ടൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ ഇരിപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കിട്ട എന്തൊരു പണി തരാനാണ്, ഇവരുടെ മുന്നിൽ അമ്മയെ നാണം കെടുത്താനുള്ളൊരു പണിയാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഏട്ടൻ വരുമ്പോഴേക്കും ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടു പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അവിടെ സൂര്യ വരില്ലേ എന്ന് ഈ വക്കീലുമാർ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടൻ തന്നെ പറയുകയാണ് പത്മാവിൻ്റെ കൈ മുറിവായത് കൊണ്ട് തന്നെ അവന് ഇനി ഇല്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് എണീറ്റ് പോകുമ്പോഴാണ് കേട്ടോ സൂര്യ ഇവരുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ സൂര്യ പറയും, നിങ്ങളെന്ത് പണിയാണ് കാണിക്കുന്നത്, ഞാൻ വിളിച്ചിട്ടല്ലേ നിങ്ങൾ വന്നത്, എന്നാൽ നിങ്ങൾ എന്നെ കാണാതെ പോവുകയാണെന്ന് ചോദിക്കുക. അല്ല ഇപ്പോൾ സൂര്യ സാറിന് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് നിങ്ങൾ ഇരിക്ക്, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അങ്ങനെ സൂര്യക്ക് ഇരിക്കാൻ കസേര ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴേക്കും നന്ദിനി ഇനി കസേര എടുത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് സൂര്യക്ക് കസേര എടുത്തു കൊണ്ടുവരികയാണ്. പിന്നീട് സൂര്യ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിയണം, എൻ്റെ കൈക്ക് മുറിവ് പറ്റിയിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒരു കൈ കൊണ്ട് എല്ലാം ചെയ്യൽ അത്ര സുഖകരമായ കാര്യമല്ലല്ലോ. ഈ കൈ ഇളക്കാനും പാടില്ല. 3 മാസത്തേക്കാണ് എനിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ കൈയിളക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതാ എൻ്റെ തങ്കക്കുട്ടി, എൻ്റെ ചെല്ലക്കുട്ടി, അതായത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഈ ഭാര്യയാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലേ? നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഭക്ഷണം, കുളി, ഷർട്ട് എന്തിനീ ഈ വേദയോട് ചോദിച്ചു നോക്ക്. എനിക്ക് വരുമ്പോൾ സ്കൂൾ പിള്ളേരെ പോലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഷോക്സൊക്കെ ഇട്ട് തരുമായിരുന്നു നന്ദിനി. അല്ല വേദ, അതെ 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 എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം വിജയ് പറയണം, ഇത് എന്തിനോ ഉള്ള പരിപാടിയാണ് ആണല്ലോ നിൻ്റെ ഏട്ടൻ്റെ. അപ്പോൾ ഉടൻ തന്നെ ഇത് സൂര്യ കേൾക്കാണ്. എന്തിനുള്ളതാണെന്ന് ഞാൻ അളിയർ പറഞ്ഞു തരാം. അപ്പോൾ വിജയ ആകെ പേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്വകാര്യം പറഞ്ഞതും കൂടി അടക്കം സൂര്യ കേട്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യ പറയുകയാണ്, എന്തായാലും നിങ്ങളോട് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എനിക്കിപ്പോൾ മിനിറ്റിന് അവിടെ എൻ്റെ സൈനിങ് ചെയ്താലല്ലേ എൻ്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മിനിറ്റിന് വരണം. പിന്നെ എൻ്റെ വലത് കൈ കാണല്ലോ ഈ അടിപെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ മുറിവായതുകൊണ്ട് വലത് കൈ കൊണ്ട് എനിക്ക് ഒപ്പിടാനും കഴിയില്ല, ഇടത് കൈ കൊണ്ട് അത്രയും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഒരു കാര്യം പറയാം. അപ്പോൾ അത് കേൾക്കുന്ന പത്മക്ക് അത്ര വലിയ യൂസൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. കാരണം പത്മക്ക് അത് തട്ടില്ല, തന്നെ സംബന്ധിക്കുന്ന കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി ഇരിക്കുമ്പോഴാണ് കേട്ടോ സൂര്യ പറയുന്നത്, എനിക്ക് ഒപ്പിടാൻ പറ്റില്ല. അപ്പോൾ ഈ 3 മാസത്തേക്ക് എൻ്റെ ഭാര്യയായ നന്ദിനിക്ക് സൈനിങ് അതോറിറ്റി ഞാൻ എഴുതി കൊടുക്കുന്നതെന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന പത്മാകെ ഞെട്ടിപ്പോണ്. എടാ നീ എന്താടാ ഈ പറയുന്നത്? സാധാരണ നീ ഒപ്പിടാൻ കഴിയാത്ത സമയത്ത് നിൻ്റെ അച്ഛനമ്മമാരല്ലേ ചെയ്യൽ, ഇപ്പം തന്നെ നിനക്കൊരു പ്രത്യേകത എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വക്കീൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയുന്നത്, ഇപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ എൻ്റെ ഭാര്യ ആ ഒരു ഡ്യൂട്ടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ പത്മ പറയാണ്, കുഴപ്പമുണ്ടടാ നിൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ എന്നൊക്കെ പറയുമ്പോഴേക്കും, അല്ല അച്ഛാ ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കല്ലേ, അതുപോട്ടെ ഇനിയിപ്പോൾ അച്ഛന് വയ്യാതിരുന്നാൽ അച്ഛൻ്റെ സൈനിങ് അതോറിറ്റി ആർക്കാണ് കൊടുക്കുക, സൈനിങ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇത് ആർക്ക് അച്ഛൻ കൊടുക്കുക, അത് ഇനിയിപ്പോൾ ആർക്കാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പത്മ അവിടെ സൂര്യ ചോദിച്ച ഉത്തരം എന്താണ്, ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് യതീന്ദ്രന് മനസ്സിലായതുകൊണ്ട് തന്നെ യതീന്ദ്രൻ പറയാൻ മടിച്ച് നിൽക്കുമ്പോൾ പത്മ പറയാം, നീ നിൻ്റെ അച്ഛനോട് ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാനങ്ങ് പറയാം, നിൻ്റെ അച്ഛന് സുഖമില്ലാതായ നിൻ്റെ അച്ഛൻ്റെ അമ്മനെയും മറ്റു കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും കൈകാര്യം ചെയ്യുക. അതായത് നിൻ്റെ അച്ഛൻ്റെ ഭാര്യ ഞാനല്ല, അപ്പോൾ ഞാനാ ചെയ്യുക. ഇത് തന്നെ ഞാനും പറഞ്ഞത്, എൻ്റെ ഭാര്യ നന്ദിനിയാണ്, അപ്പോൾ നന്ദിനി അങ്ങ് ഏറ്റെടുക്കട്ടെ. ഇനി കമ്പനിയിലെ എൻ്റെ സ്ഥാനത്ത് നന്ദിനിയാണ് ഇനി കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. അതോടുകൂടി ഇടുത്തി വീഴുന്നത് പോലെ പത്മക്കൊന്നും മിണ്ടാനാവാതെ അവിടെ നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ വേലക്കാരി നന്ദിനി ഇനി സൂര്യയുടെ പോസ്റ്റിലോട്ട് കയറുന്ന കിടുക്കൻ സീനാണ് കേട്ടോ ഇനി 2-3 ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്നത്.